ചൂട് കാലത്ത് പാമ്പിൻ്റെ ശല്യമായിരുന്നെങ്കിൽ ഇപ്പം മഴ തുടങ്ങിയോടുകൂടി എലി, പല്ലി, പാമ്പ്, ഈച്ച, പാറ്റ ഇവയുടെയൊക്കെ ശല്യം കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇവയൊക്കെ തുരുത്തി ഓടിക്കാനായിട്ട് വേറൊരു തുണി കഷ്ണം മാത്രം മതി. അപ്പം ഇവയൊക്കെ ഓടിക്കാൻ പറ്റിയ കിടിലം കിച്ചൺ ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ഓൾ ഓപ്ഷനോട് തന്നെ ചെയ്ത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു. എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതുപോലെ വീഡിയോ ആദ്യം തന്നെ കാണാനും സാധിക്കുന്നതാണ്. അതുപോലെ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. ആദ്യത്തെ ടിപ്പ് അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് കറുവപ്പട്ടയും അതുപോലെ ഗ്രാമ്പുമാണ് എടുത്തിരിക്കുന്നത്. ഇത് മിക്സഡ് ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അടുത്തായിട്ട് നമുക്ക് വേണ്ടേ ഇതൊരു പാത്രം അല്ലെങ്കിൽ ഈ നമുക്ക് മൺചട്ടി ഉണ്ടല്ലോ, ഉപയോഗിക്കാത്ത മൺചട്ടിയൊക്കെ ഉണ്ടല്ലോ, അതും എടുക്കാവുന്നതാണ്. എന്നിട്ട് അതിലോട്ട് ഒരു തുണി വെച്ചിട്ടുണ്ട്, ഒരു കഷ്ണം തുണി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ പൊടിച്ച ഗ്രാമ്പും കറുവപ്പട്ടയോടെ ഉള്ള ആ മിക്സ് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നു. പിന്നീട് അതിലോട്ട് ഒരു കർപ്പൂരോടെ പൊടിച്ചൊന്ന് ചേർക്കുന്നുണ്ട്. അതുകൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് നമുക്ക് തിരി കണക്കെ അതൊന്ന് ഇതുപോലെ ഒന്ന് ചുരുട്ടി എടുക്കാവുന്നതാണ്. അങ്ങനെ ചുരുട്ടി ഇപ്പോൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ രണ്ടറ്റം ഒന്നുകൂടെ ഒന്ന് ടൈറ്റാക്കി കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടെ ഒന്ന് തിരി കണക്കെ നന്നായിട്ടൊന്ന് ടൈറ്റാക്കി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടിയത് കടുകെണ്ണയാണ്. അപ്പോൾ കടുകെണ്ണ ഞാൻ ശകലം അതിൽ ആ തിരിയുടെ അറ്റത്തായിട്ടൊന്ന് വരത്തക്ക രീതിയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് മതി. അതൊന്ന് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അതിലൊന്ന് പുരട്ടി ഒന്ന് എടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് രണ്ടറ്റവും പിടിച്ചൊന്ന് ടൈറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ആ തിരി പോലെ അങ്ങ് ഇരിക്കുകയും ചെയ്യും, അത് ഇളകി പോകത്തൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ മൺചിരാതെ ഉണ്ടെങ്കിൽ അതിലോട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്ക് അതൊന്ന് കത്തിച്ചെടുക്കാവുന്നതാണ്. ഇപ്പം ഞാനിവിടെ മൺചിരാതല്ല ഉപയോഗിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. മൺചിരാതിൽ നിന്ന് ആ തിരിയെ എടുത്തിട്ട് പിന്നീട് ആ പാത്രത്തിലോട്ട് തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നേരെ നിവർത്തി തന്നെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഒരറ്റം എടുത്തിട്ട് അതൊന്ന് കത്തിച്ച് ഇവിടെ കാണിക്കുന്ന പോലെ എടുക്കാവുന്നതാണ്. അതിന് രണ്ടറ്റം ഒന്ന് കത്തിച്ചിട്ട് പിന്നെ ആ തീ ഒന്ന് നന്നായിട്ടൊന്ന് കത്തി വന്നിട്ട് അതൊന്ന് കെടുത്തി കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് പുക വന്നുകൊണ്ടിരുന്നാൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് എവിടെയാണോ കൊണ്ടുവെക്കേണ്ടത് അവിടെ കൊണ്ടുവെക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് നമ്മൾ കത്തിച്ച് വെക്കുവാണെങ്കിൽ ഈച്ച, പല്ലി, പാറ്റ, കൊതുക് ഇതിനെയൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് നാട്ടിൽ നിന്നെല്ലാം ഓടിക്കാൻ പറ്റും. നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് തന്നെയാണ്. അപ്പോൾ ഒരറ്റം ആണെങ്കിൽ അത് നന്നായിട്ടൊന്ന് ഇവിടെ പുക വരുന്നില്ലായിരുന്നു. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് കത്തിച്ചിട്ട് എന്നിട്ട് തീ എടുത്തിട്ട് ഇപ്പോൾ നന്നായിട്ട് പുകയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇരുന്നോളൂ, ഇത് കത്തി തീരണം വരെ ഇതുപോലെ ഇരുന്നോളൂ. അങ്ങനെ പുക വന്നുകൊണ്ടിരിക്കുക. ആ സമയത്ത് ഈ നമുക്ക് കൊതുക് ശല്യം, പല്ലി, പാറ്റ ഇവയൊക്കെ തുരുത്തി ഓടിക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇത് സന്ധ്യാസമയത്തൊന്ന് ഇതുപോലെ ഒന്ന് കത്തിച്ച് വെച്ചാൽ മതി. കൊതുകിനെയും പല്ലി, പാറ്റ, കൊതുക് ആ സമയത്തുള്ള ചെറു പ്രാണികളൊക്കെ ഓടിക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പ് തന്നെയാണ്. നമുക്ക് കട്ടൻ്റെ സൈഡിലൊക്കെ ഒന്ന് കൊണ്ടുവെക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ വെക്കുന്ന സമയത്ത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. ഇതെങ്ങും മുട്ടാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ കൊച്ചുകുട്ടികൾ എടുക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ആ സ്ഥലത്തൊക്കെ ആണെങ്കിൽ കട്ടനൊക്കെ നമ്മൾ അനക്കാതെ ഇടുന്നതുകൊണ്ട് എയർ സർക്കുലേഷൻ ഒന്നും ഉണ്ടാകത്തില്ല. അവിടെയൊക്കെ പാറ്റയൊക്കെ അതുപോലെ കൊതുകിനൊക്കെ വന്നിരിക്കാനായിട്ട് പറ്റിയ നല്ല സ്ഥലമാണ്. അപ്പോൾ അതിനെയൊക്കെ ഓടിക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പ് തന്നെയാണിത്. രണ്ടാമത്തെ ടിപ്പ് ഇവിടെ എടുത്തിരിക്കുന്നത് പഴയൊരു ജീൻസാണ്. അപ്പോൾ ചെറുതായ ജീൻസാണ്. ഇതുപോലുള്ള ജീൻസ് നമുക്ക് കളയാനൊന്നും തോന്നത്തില്ല, ഒട്ടും അഴുക്കാനൊന്നും ആയിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ജീൻസൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു ടിപ്പ് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളത് നല്ല ടിപ്പ് തന്നെയാണ്. അപ്പോൾ ആ എടുത്തിരിക്കുന്ന ജീൻസ് നേരെ നിവർത്തി ഒന്ന് ഇട്ടിട്ട് അതിൻ്റെ ഒരു കാലിൻ്റെ ഭാഗമാണെങ്കിൽ ഇവിടെ ഞാനൊന്ന് നേരെ ഹാഫാക്കി ഒന്ന് മടക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും പോർഷൻ ഒന്ന് വെട്ടിയെടുക്കുന്നുണ്ട്. ഒരു കത്രി ഉപയോഗിച്ച് നമുക്കതൊന്ന് മുറിച്ചെടുക്കാം. ഇവിടെ കാണിക്കുന്ന ഈ ടിപ്പ് നമുക്ക് ഏത് ടൈപ്പ് തുണി വെച്ചാണെങ്കിലും ചെയ്യാവുന്നതാണ്. നല്ല ഒരു ടിപ്പ് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ആ കാലിൻ്റെ ഭാഗം ഇതുപോലെ ഒന്ന് വെട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിനി അതൊന്ന് ഒരു സൈഡൊന്ന് അഴിച്ചെടുക്കണം. അപ്പോൾ അഴിച്ചെടുക്കാനായിട്ട് ഭയങ്കര ടൈറ്റ് നോക്കിയപ്പോൾ ഭയങ്കര ടൈറ്റാണ്. അപ്പോൾ ഞാൻ പിന്നെ അതൊന്ന് മുറിച്ചെടുക്കുവാണ്. കത്രി ഉപയോഗിച്ച് നേരെ ഒന്ന് നീളത്തിലൂടെ കാണിക്കുന്ന പോലെ തന്നെ ഒന്ന് മുറിച്ചെടുക്കുവാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് ഇതുപോലെ ഒന്ന് മുറിച്ചൊന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ കിട്ടിക്കഴിഞ്ഞിട്ട് നമുക്കതിനെ നേരെ ഹാഫാക്കി ഒന്ന് മടക്കണം. അങ്ങനെ മടക്കുന്ന സമയത്ത് അത് ലെവലാക്കി തന്നെ വേണം ഒന്ന് മടക്കാൻ. അപ്പോൾ അതിൻ്റെ എക്സ്ട്രാ ആയിട്ടുള്ള പാട്ടുകളൊക്കെ നമുക്കൊന്ന് വെട്ടിക്കളയണം. ഒരു സിസേഴ്സ് ഉപയോഗിച്ച് നമുക്കതൊന്ന് വെട്ടിക്കളയാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു കത്രി ഉപയോഗിച്ച് അതൊന്ന് വെട്ടിക്കളയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നേരെ ലെവലാക്കി അത് മടക്കി എടുത്തിട്ട് എക്സ്ട്രാ ആയിട്ട് കിടക്കുന്ന ആ പാട്ടെല്ലാം ഒന്ന് മടക്കി അതൊന്ന് വെട്ടിക്കളയുന്നുണ്ട്. ഒരു കത്രി ഉപയോഗിച്ച് വെട്ടിക്കളയുന്നുണ്ട്. ഇവിടെ കാണിക്കുന്ന പോലെ തന്നെ ചെയ്യാവുന്നതാണ്. നമുക്ക് വളരെ നല്ല ഈസിയായിട്ട് ചെയ്യുന്ന നല്ലൊരു ടിപ്പ് തന്നെയാണ് ഇത്.
ലെവലാക്കി എടുത്തിട്ട് അതിൻ്റെ എക്സ്ട്രാ ആയിട്ട് കിടക്കുന്ന എല്ലാ സൈഡിൽ നിന്നും കിടക്കുന്ന ആ പാട്ടുകൾ ഒന്ന് വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ സൈഡ് വേണേൽ നമുക്ക് മടക്കി വേണേൽ തയ്ക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ മെഷീനൊന്നും ഇല്ലാത്തതുകൊണ്ട് കൈകൊണ്ട് ഞാൻ തയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ സൈഡൊന്നും ഞാനൊന്നും തയ്ച്ചിട്ടില്ല, അങ്ങനെ തന്നെ വെക്കുമായിരുന്നു ചെയ്യുന്നത്. എന്നിട്ട് നേരെ നിവർത്തി ഒന്ന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ തുണി നിവർത്തി നന്നായിട്ടൊന്ന് ഇട്ടിട്ട് ഇവിടെ കാണിക്കുന്ന പോലെ ഒന്ന് ഞുറിഞ്ഞ് എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാം നന്നായിട്ട് ഞുറിഞ്ഞ് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണേൽ കെട്ടി വെക്കാം. ആ നടുഭാഗത്ത് കെട്ടുമ്പോൾ ആ നടുഭാഗത്ത് വേണം കെട്ട് വരാനായിട്ട്. നീളമുള്ള തുണിയൊക്കെ ആണെങ്കിൽ നമുക്ക് അത് നന്നായിട്ട് കട്ടിയൊക്കെ വെച്ചിട്ട് അങ്ങനെ എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇതുപോലെ പിന്നെ ഹെയർ ബാൻഡ് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഹെയർ ബാൻഡാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഹെയർ ബാൻഡ് ഇല്ലെങ്കിൽ നമുക്ക് ഈ ഓൾഡ് ഷർട്ടിൻ്റെ കൈയുടെ പാട്ട്, നമ്മൾ വലിയ ലോങ് സ്ലീവിൻ്റെ ആ കൈയുടെ പാട്ട് ബട്ടൺ ഇടുന്ന പാട്ടില്ലേ, അത് വെട്ടിയെടുത്തിട്ട് വേണേലും ആ ഹെയർ ബാൻഡ് ഇട്ടെടുത്ത് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഹെയർ ബാൻഡ് ഇട്ട് കൊടുത്തിട്ട് ആ ഹെയർ ബാൻഡ് ഇട്ട് കൊടുത്തിരിക്കുന്ന ആ ഭാഗം ഒന്ന് പിടിച്ചൊന്ന് പൊക്കുക. അങ്ങനെ പൊക്കുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് കിട്ടുന്നതാണ്. ഒരു പാട്ട് അടിയിലും ഒരു പാട്ട് മുകളിലും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഇൻസൈഡും ഔട്ട്സൈഡും ഒക്കെ മാറി പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം ആ പാൻറ്റിൻ്റെ ഇൻസൈഡ് പാർട്ട് വെളിയിലോട്ട് വരത്തക്ക രീതിയിലാണ് ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാം ലെവലെ ഒന്ന് പിടിച്ചൊക്കെ വെക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ആ എടുത്തിരിക്കുന്ന അതിൻ്റെ ഒരു സൈഡിൽ ഹാഫ് പാർട്ടിൽ നിന്ന് താഴോട്ട് നമ്മൾ ഒരു സൂചി നൂല് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് തയ്ച്ചെടുക്കുന്നുണ്ട്. അപ്പം മെഷീനൊക്കെ ഉണ്ടെങ്കിൽ അതിൽ മെഷീനിൽ വെച്ച് നന്നായിട്ട് തയ്ച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ കൈകൊണ്ട് ആണ് തയ്ച്ചെടുക്കുന്നത്. ഈ രീതിയിൽ ഞാൻ ഇവിടെ കാണിക്കുന്ന പോലെ തന്നെ തയ്ച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സൈഡിൻ്റെ ഹാഫിന്ന് തുടങ്ങി അതിൻ്റെ താഴ്വശവും വന്ന് എന്നിട്ട് മറ്റേ ഓപ്പോസിറ്റ് സൈഡിൽ അതിൻ്റെ ഹാഫ് പാർട്ട് മാത്രം വരെ തയ്ച്ച് ഇവിടെ കാണിക്കുന്ന പോലെ തന്നെ തയ്ച്ചെടുക്കുന്നുള്ളൂ. സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ നല്ലൊരു ബിസിനസ് ഐഡിയ കൂടിയാണ് ഇത്. ഇപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ തന്നെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കോർണർ ഒന്ന് പിന്നെ മെഷീനിലൊക്കെ തയ്ക്കുകയാണെങ്കിൽ നമുക്ക് വെട്ടിക്കളഞ്ഞിട്ട് അത് തയ്ക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ കൈ കൊണ്ടായതുകൊണ്ട് വെട്ടിയൊന്നും കളയുന്നില്ല. അതുകൊണ്ട് ഇവിടെ കാണിക്കുന്ന പോലെ തന്നെ എടുക്കണം. അതിൻ്റെ കോർണർ രണ്ട് സൈഡിൽ നിന്നും തുണി ഒന്ന് മാറ്റിയിട്ട് ഇവിടെ കാണിക്കുന്ന പോലെ ഈ ഇങ്ങനെ ക്രോസ് ആയിട്ടൊന്ന് തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ കാണിക്കുന്ന രീതിയിൽ തന്നെ തയ്ച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു സൈഡിൻ്റെ കോർണർ തുണി ഇവിടെ കാണിക്കുന്ന പോലെ ഒന്ന് സൈഡിലോട്ടാക്കിയിട്ട് അകത്ത് കൈയിട്ട് അവിടെ ആ കോർണർ വരത്തക്ക രീതിയിൽ നമുക്ക് കൈ ഒന്ന് ഇട്ട് പിടിച്ചെടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ കാണിക്കുന്ന പോലെ ഒന്ന് തയ്ച്ച് ക്രോസ് ആയിട്ട് ആ കോർണറിന് ക്രോസ് ആയിട്ടാണ് തയ്ച്ചെടുക്കുന്നത്. ഇപ്പം മെഷീൻ ഉണ്ടെങ്കിൽ മെഷീനിൽ വെച്ചാണെങ്കിലും ഈ രീതിയിൽ തന്നെ തയ്ച്ചെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ സ്ക്വയർ രീതിയിൽ ഞാൻ നേരത്തെ കാണിച്ചല്ലോ അവിടെ വെട്ടിക്കളയാണ് ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ അത് തയ്ച്ചെടുക്കണം. ഇങ്ങനെ തയ്ച്ചെടുക്കുമ്പോൾ അതിൻ്റെ ആ ബേസ് ആണെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നതിന് സഹായിക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ രണ്ട് കോർണറും തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ വാലായിട്ട് നിൽക്കുന്നത് വേണേൽ നമുക്ക് സൈഡിലോട്ട് വെച്ചിട്ട് തയ്ച്ചൊക്കെ എടുക്കാവുന്നതാണ്. ഇനി അതൊന്ന് തിരിച്ചിടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും എങ്ങനെയാണ് കിട്ടിയേക്കുന്നതെന്ന്. കണ്ടോ, ഈ രീതിയിൽ ഇരിക്കും. അപ്പോൾ അവിടെ ഒരു ബേസായിട്ട് ഫോം ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ തന്നെ ഫോം ചെയ്തിട്ടുണ്ട്. അങ്ങനെ അടിപൊളി ഒരു ബാഗാണ് നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനൊരു ഇന്നർ ലൈനിങ് ഇതേപോലെ തന്നെ തയ്ച്ചെടുക്കേണ്ടതാണ്. എന്നിട്ട് ഇതിൽ വെച്ച് പിടിപ്പിക്കേണ്ടതാണ്. നമ്മൾ ബാഗിനൊക്കെ കണ്ടിട്ടില്ല, ഒരു രണ്ട് പുറമെ ഒരു ലെതറിൻ്റെ കോട്ടും പിന്നെ ഉള്ളിലൊരു തുണി വെച്ചിട്ടുള്ള ഒരു ഇതേപോലെ ബാഗിൻ്റെ അതേപോലെ തന്നെ തയ്ച്ചെടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അതേപോലെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒരു ലൈനിങ് വെച്ചിട്ട് ഇതേപോലെ തയ്ച്ചെടുക്കേണ്ടതാണ്. ഇപ്പം ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി എടുക്കുന്നതായതുകൊണ്ട് അങ്ങനെ തയ്ച്ചെടുത്തിട്ടില്ല. ഇപ്പം ഞാൻ അതിലോട്ട് മൊബൈലാണ് വെച്ച് കാണിക്കുന്നത്. നമുക്കിത് നല്ലൊരു ബാഗായിട്ട് ഹാൻഡ് ബാഗായിട്ട് കൊണ്ടു കിടക്കാവുന്നതാണ്. വളരെ നല്ലൊരു റീയൂസ് ഐഡിയ ആണ്. അപ്പോൾ തുണികളൊക്കെ നമുക്ക് ചെറുതാവുന്ന സമയത്ത് അത് നല്ല മെറ്റീരിയലും ആയിരിക്കും, അത് ഒട്ടും അഴുക്കാവത്തൊന്നുമില്ല. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇതുപോലൊക്കെ ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ റീയൂസ് ഓൾഡ് ക്ലോത്ത് വെച്ചിട്ടുള്ള റീയൂസ് ഐഡിയാസൊക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. ഒരു തുണി മാത്രം മതി നമുക്ക് ഇനി വീട്ടിലും നാട്ടിലും ഒക്കെ ഉള്ള എലികളെ എല്ലാം തുരുത്തി ഓടിക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. മൈദയ്ക്ക് പകരം ഗോതമ്പൊടി ആണെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ 1 ടേബിൾ സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നു. പിന്നെ ഒരു നാഫ്തലിൻ ബോൾ എടുത്തിട്ടുണ്ട്. അതൊന്ന് പേപ്പറിലോട്ട് വെച്ച് കൊടുത്തിട്ട് അതൊന്ന് ഇടികല്ല് വെച്ചിട്ടൊന്ന് ഇടിച്ച് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്.
അങ്ങനെ പൊടിച്ചെടുത്തിട്ട് നമുക്ക് അതിൽ അത് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി മൈദ കൂട്ടിലോട്ട് നമുക്ക് ഇതൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഹാഫ് ടീസ്പൂൺ ഉപ്പുഴ ആഡ് ചെയ്യുന്നതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നീട് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് വിനീഗറാണ്. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴഞ്ഞ് വരത്തക്ക രീതിയിലാണ് വേണ്ടത്. അപ്പോൾ അതനുസരിച്ച് വിനീഗർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സാക്കി കുഴച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി പിന്നീട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഡിഷ് വാഷാണ്. നമ്മൾ പാത്രമൊക്കെ കഴുകാൻ ഉപയോഗിക്കുന്ന ഡിഷ് വാഷാണ് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഒത്തിരി അങ്ങ് ലൂസായൊന്നും പോകരുത്, ഒന്ന് കുഴഞ്ഞ് ഇരിക്കുന്ന രീതിയിലാണ് കിട്ടേണ്ടത്. പിന്നീട് അതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെള്ളമോടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടെ നന്നായിട്ടൊന്ന് കുഴഞ്ഞ് കിട്ടണമെന്ന് തോന്നിയുണ്ട് 1 ടേബിൾ സ്പൂൺ വെള്ളമോടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളമൊന്നും ഒത്തിരി കൂടി പോകരുത്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഉദ്ദേശിച്ച റിസൾട്ട് ഒന്നും കിട്ടത്തില്ല. ഇപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് കുഴച്ചൊന്ന് എടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ആ തുണി എടുക്കുന്നുണ്ട്. അപ്പോൾ ആ തുണിയാണെങ്കിൽ വേറൊരു പ്ലാസ്റ്റിക് കവറിൻ്റെ പുറത്തോട്ട് ഇട്ട് കൊടുത്തിട്ടാണ് വെക്കുന്നത്. എടുത്തിരിക്കുന്ന ആ തുണി ഒന്ന് ഒരു 4 പീസാക്കി ഒന്ന് മുറിച്ച് എടുക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള തുണികളൊക്കെ എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഇത്രയാണ് എടുത്തിരിക്കുന്നത്, 4 പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന ആ മൈദയും മുളക് പൊടിയിട്ടുള്ള ആ കൂട്ട് ഇതിലോട്ട് ഒന്ന് തേച്ച് പിടിപ്പിക്കണം. ഇവിടെ ഒരു സ്പൂൺ ഉപയോഗിച്ച് നമ്മൾ ആ കുഴയ്ക്കാൻ ഉപയോഗിച്ച് ആ സ്പൂൺ ഉപയോഗിച്ച് തന്നെ നമുക്ക് അതിലോട്ട് ഒന്ന് തേച്ച് പിടിപ്പിക്കാവുന്നതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഒത്തിരി വെള്ളമൊന്നും ആകരുതെന്ന് പറഞ്ഞത്. അതുപോലെ തന്നെയുമല്ല, ഇത് എലികൾ വന്ന് കഴിക്കുന്ന സമയത്ത് നല്ല റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒത്തിരി അങ്ങ് വെള്ളം പോലെ ആകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് ഓരോ തുണിയിൽ ഇതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് നമുക്ക് ഒന്ന് ഡ്രൈ ആകാനായിട്ട് വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എലികൾ വന്നു പോകുന്ന സ്ഥലങ്ങളിൽ ഇത് കൊണ്ട് വെക്കാവുന്നതാണ്. എലികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ തുണി കഷ്ണമൊക്കെ, ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് കാണാം എലി ശരിയുള്ള സ്ഥലത്ത് തുണികളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ വന്ന് കടിച്ച് തിന്ന് ഇട്ടേക്കുന്നതായിട്ട് കാണാം. അപ്പോൾ എലി ശരിയുള്ള സ്ഥലത്ത് ഇത് നമുക്ക് കൊണ്ടുവെക്കാവുന്നതാണ്. അപ്പോൾ എലികൾ ഇത് വന്ന് ഇതിൻ്റെ സ്മെല്ലടിച്ചിട്ട് വന്ന് കഴിച്ച് അങ്ങനെ വയറ്റി ചെല്ലുന്ന സമയത്ത് പരവേശം എടുത്ത് പിന്നെ ആ സ്ഥലത്തു നിന്ന് തന്നെ ഓടി പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പോകുന്ന കൂട്ടത്തിൽ ഇത് വയറിനകത്ത് ഭയങ്കര പരവേശം എടുത്തിട്ടാണല്ലോ പോകുന്നത്. അങ്ങനെ പോകുന്ന സമയത്ത് അത് ചത്തു പോകാനും സാധ്യതയുണ്ട്. പിന്നെ ആ സ്ഥലത്തോട്ട് എലികളുടെ ശല്യമൊന്നും ഉണ്ടാകത്തില്ല. ഗ്യാസ് അടുപ്പിൻ്റെ അടുത്ത് വിറകൊക്കെ വെക്കുന്ന സ്ഥലങ്ങളിൽ, അതുപോലെ വെളിയിൽ ചെടികളുടെ അടുത്തായിട്ട് വെക്കാവുന്നതാണ്. അവിടെയൊക്കെ എലിശല്യം ഭയങ്കര രൂക്ഷമായിരിക്കും. അതുപോലെ സ്റ്റെയർ കേസിൽ വെളിയിൽ നിന്ന് ഉള്ള മരങ്ങൾ വീടിനോട് അടുത്തുണ്ടെങ്കിൽ അതിൽ നിന്ന് എലികളിലൊക്കെ സ്റ്റെയർ കേസ് വഴി വരുന്നതായിരിക്കും. അതുപോലെ ഡിഷ് ടിവിയുടെ വള്ളിയൊക്കെ കിടപ്പുണ്ടെങ്കിൽ അതുവഴിയാണെങ്കിലും എലിയുടെ ശല്യമൊക്കെ ഉണ്ടാകും. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് എലി വന്ന് പോകുന്ന സ്ഥലങ്ങളിലായിട്ട് ഇത് വെച്ചിട്ട് നമുക്ക് എലിയൊക്കെ തുരുത്തി ഓടിക്കാൻ പറ്റുന്നതാണ്. നേരത്തെ പൊടിച്ച ഗ്രാമ്പും കറുവപ്പട്ടയോടെ ഉള്ളത് ബാക്കിയുള്ളത് ഒരു പാത്രത്തിൽ ഒഴിച്ചു കൊടുത്ത് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ തിളപ്പിച്ചെടുത്തിട്ട് അതിലോട്ട് 1 ടേബിൾ സ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നു. അതുപോലെ 1 ടേബിൾ സ്പൂണ് വരത്തക്ക രീതിയിൽ വിനീഗർ ഒഴിച്ചു കൊടുത്ത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് തണുത്ത് വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് കുപ്പിയിലോട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആ കുപ്പിയുടെ അടപ്പിന് ചെറിയ ചെറിയ ഹോളൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കൗണ്ടർ ടോപ്പൊക്കെ തൂത്ത് തുടയ്ക്കുന്നതിനും ഡൈനിങ് ടേബിളൊക്കെ തൂത്ത് തുടയ്ക്കുന്നതിനൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഈച്ച, പല്ലി, പാറ്റയൊക്കെ ഒഴിവാക്കുന്നതിന് സഹായിക്കുന്നതാണ്. ഇന്നത്തെ ടിപ്സൊക്കെ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. ഇനി വേറെ വീഡിയോ ആയിട്ട് വരുന്ന വരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.